കുറെ നാളായില്ലേ ഞാൻ നിന്റെ അടുത്ത് പറയണു സ്ഥലത്തിന്റെ കാര്യം നിന്റെ തന്തയുടെ അടുത്ത് പറയാൻ. ഇതുവരെ പറഞ്ഞില്ല അല്ലടി. എന്തടി നിന്റെ വായിൽ പഴം തിരികെ വെച്ചേക്കണം. എന്റെ വസ്തു കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവില്ലേ? തന്നടി ഞാൻ കഴിവട്ടോ തന്നടി. കഴിവ് നീ കാണാൻ കിടക്കുന്നല്ലോടി. കഴിവില്ലാത്തവന്റെ കൂടെ എന്തിനടി നീ ഇറങ്ങി വന്നത്? സ്ഥലത്തിന്റെ കാര്യം നിന്റെ തന്തയുടെ അടുത്ത് പറയൂ നീ. പറയൂന്ന് എന്തടി മിണ്ടാത്ത്? വാ തുറന്ന് പറയടി. പറയടി വാ തുറന്ന്. തന്റെ മോളും കൂടി പറഞ്ഞ് കറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട് കേട്ടേ. പോകലടി ഓളെ കള്ളക്കരച്ചില് നിന്റെ തന്തയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയാൾക്ക് എന്നെ അറിയില്ല. അച്ഛാ ചായ. നീ ഇവിടെ ഇരി. എന്തിനാ മോളെ നീ ഇങ്ങനെ സഹിക്കണത്? നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കി. അപ്പോൾ മനസ്സിലാക്കട്ടെ നീ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ തന്നെ കണ്ടുപിടിച്ച ആളല്ലേ അച്ഛാ, ഞാൻ സഹിച്ചോളാം. ഇന്നലെ എന്തിനായിരുന്നു ബഹളം? ആ വീടും വസ്തു ഇപ്പം വിൽക്കണമെന്നാ പറയുന്നത്. ആ വീടും വസ്തുവും അത് നിനക്കുള്ളത് തന്നെ. ഇപ്പം അതിൽ നിന്ന് വാടകയിലും കിട്ടുന്നുണ്ട്. നീ അതോടെ വിറ്റ് തൊലച്ചാൽ നീ എന്തെടുത്ത് വെച്ച് ജീവിക്കും? അല്ല ഇവനിപ്പോൾ എന്തിനാ കാശ്? ടൗണിലൊരു കടമുറി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അവിടെ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാ പറയുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അത് ഞാൻ കൊടുക്കാം. അവൻ ബിസിനസ് തുടങ്ങിയ ദൂർത്തടിക്കുക എന്താന്നാ കാണിച്ചോട്ടെ. അവനോട് ഞാൻ വീട്ടിലുള്ളപ്പം വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറ. ഞാൻ ഇറങ്ങുക മോളെ. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാച്ചാ? ഞാൻ കഴിച്ചിട്ടാ മോളെ വന്നേ. ആ പുഷ്പരാനോ, വാ കയറുക. ഇത്രയും താമസിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിന് വരൂല്ലായിരിക്കുന്നു. ആ പുഷ്പരാന ഇരിക്കും. പുഷ്പരാജ, ഇവിടെ ഭയങ്കര എലിശല്യം. ഒരു സാധനം വെക്കാൻ പറ്റുന്നില്ല. എല്ലാം കടിച്ച് മൂർച്ച കളയും. ഇപ്പോഴെങ്കിലും അവനെ പൂട്ടിയില്ലെങ്കിലേ അവൻ ഈ വീട് നശിപ്പിച്ച് കളയും. പോയിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ. ധൃതിയുണ്ടല്ലേ? തന്നെയാണോ വന്നത് അതോ? ഞാൻ ഒറ്റയ്ക്കാ വന്ന്. അടിച്ചിട്ടുണ്ടല്ലേ ചാരായം? എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോണത്? ഹോട്ടലാ, ടൗണിലെ കണ്ണായ സ്ഥലത്തൊരു കട കണ്ടുവച്ചിട്ടുണ്ട്. ഈ കട ഈ പൈസക്ക് കിട്ടിയ ലാഭമാണ്. ഓണർ വേറെ ആരും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. കഴിഞ്ഞു, ഇരിക്കേട്ടാ. ചെക്ക ആ ഇതുകൊണ്ട് വാങ്ങി കൊടുത്താൽ പൈസ കിട്ടൂലേ? അച്ഛാ 3-4 വട്ടം വിളിച്ചിരുന്നല്ലേ?
പുഷ്പരാജൻ ഇന്നലെ ഫോൺ മറന്നു വെച്ചിട്ടാണ് പോയത്. വിളിച്ചായിരുന്നു. ആ ആ ഞാൻ അവന് ഇന്നലെ ഒരു 5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. പറഞ്ഞിരുന്നാ? പറഞ്ഞായിരുന്നു. അവൻ എണീറ്റില്ലേ? പുറത്തോട്ട് പോയി. ആ എന്നാ ശരി മോളെ. മോളെ അവൻ്റെ അടുത്ത് ആ കാശ് നോക്കിയും കണ്ടും ചെലവാക്കാൻ പറയണം കേട്ടാ. ശരി മോളെ. ഹലോ ആരായിരുന്നു? അങ്കിൾ ഞാൻ റീനയുടെ ഫ്രണ്ടാണ്. ആ റീനയോട് വർക്ക് ചെയ്യുന്ന ആളാണോ? ഇല്ല അങ്കിൾ, ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ. ആ ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീന ഉണ്ടാവുമോന്ന് അറിയാൻ അങ്കിൾ. റീന ഇവിടെ ഇല്ലല്ലോ മോളെ. അവളിപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്യാണല്ലോ. അത് സാരമില്ല അങ്കിൾ, ഫോൺ നമ്പർ തന്നാ മതി. ആ ഞാനൊന്ന് നോക്കിയെടുത്ത് തരാമേ. ഒന്ന് ഹോൾഡ് ചെയ്യും. ഞങ്ങൾ നോട്ട് ചെയ്തോളാം. 954654541342. ഓക്കെ അങ്കിൾ, ഓക്കെ, താങ്ക് യു. അങ്ങനെ അവരുടെ ആരും ഓക്കെ ആയി. നമ്മളെങ്ങനെ ജാസ്മിനെ? അതെ സാർ, ഇപ്പൊ തൽക്കാലം വണ്ടി ഓടിക്കേ, ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാവേ.